ഹലോ മക്കളെ, നമ്മുടെ കീം എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങളോളേ ഉള്ളൂ അല്ലേ. നിങ്ങൾ ബോർഡ് എക്സാം എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ആകെ 13 ഡേയ്സ് നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഈ ചെറിയ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, കൂടുതലായിട്ട് എന്തെങ്കിലും എഫേർട്ട് കൊടുത്തിട്ട് എഫക്റ്റീവായിട്ട് എന്തെങ്കിലും റിവിഷൻ ചെയ്യണം. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന കീം എക്സാം ആക്ച്വലി വളരെ എളുപ്പമെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ PYQ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്താൽ മതി, ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ഈ കീമിന് ചോദിച്ചിട്ടുള്ള ഒരു 3 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദി ലീസ്റ്റ് അറ്റോമിക് റേഡിയസ്? ഇതിൽ ഏറ്റവും ചെറിയ ആൾ ആരാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം, ഇത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്നുള്ള ചാപ്റ്ററിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നമുക്കറിയാം അക്രോസ് ദി പീരീഡ് അറ്റോമിക് നമ്പർ കൂടുന്നുണ്ട്, അതായത് പ്രോട്ടോൺ നമ്പർ കൂടുന്നുണ്ട്, അതായത് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടും. ന്യൂക്ലിയസിൻ്റെ പോസിറ്റീവ് ചാർജ് കൂടുമ്പോൾ ന്യൂക്ലിയസ് ഇലക്ട്രോൺ പിടിച്ച് നല്ലപോലെ എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് സൈസ് എന്താ ചെയ്യുക, കുറയാണ് ചെയ്യുക. അപ്പോൾ അക്രോസ് ദി പീരീഡ് സൈസ് ഡിക്രീസസ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യം ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യും, പഠിപ്പിക്കും. അപ്പം അക്രോസ് ദി പീരീഡ് സൈസ് കുറയുന്നു. ഏറ്റവും പീരീഡിൻ്റെ അക്രോസ് ഇതിൽ ആരാ നോക്കിക്കേ, ഫ്ലോറിൻ അല്ലേ. അപ്പോൾ ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം, ഫ്ലോറിനുള്ള ഓപ്ഷൻ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. എളുപ്പമുള്ള ചോദ്യമാണല്ലോ, ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് എന്ത് ചെയ്യാൻ പോകാം. കോർഡിനേഷൻ നമ്പർ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യമാണല്ലേ. 2 കോംപ്ലക്സ് തന്നിട്ടുണ്ട്. ആ 2 കോംപ്ലക്സിലുള്ള കോർഡിനേഷൻ നമ്പർ, മെറ്റലിൻ്റെ കോർഡിനേഷൻ നമ്പർ എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ കോർഡിനേഷൻ നമ്പർ എന്ന് വെച്ചാൽ എന്താ, നമ്പർ ഓഫ് ദി ലിഗൻഡ് എന്നാണോ? അല്ല, ഒരു മെറ്റലിൻ്റെ അടുത്തോട്ട് എത്ര ലോൺ പെയർ ടോട്ടൽ ലിഗൻഡുകൾ കൊടുത്തു, അതാണ് ആക്ച്വലി എന്ത്, കോർഡിനേഷൻ നമ്പർ. അപ്പോൾ നമുക്ക് നോക്കാം, പ്ലാറ്റിനത്തിൻ്റെ അടുത്ത് 6 ക്ലോറിൻ ഉണ്ട് അല്ലേ. 6 ക്ലോറിൻ എന്താ, മോണോഡെൻഡേറ്റ് ലിഗൻഡ് ആണ്. അതായത് ഒരു ക്ലോറിൻ ഒരു ലോൺ പെയറിനെയാണ് കൊടുക്കുക. അപ്പോൾ 6 ക്ലോറിൻ 6 ലോൺ പെയറിന് കൊടുക്കും. ഒരു ലോൺ പെയറിൻ്റെ ഡൊണേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാവുക. പ്ലാറ്റിനത്തിൻ്റെ അടുത്തോട്ട് 6 ലോൺ പെയർ വന്നു. അപ്പോൾ കോർഡിനേറ്റ് ബോണ്ട് എത്ര, കോർഡിനേറ്റ് നമ്പർ എത്രയാണ്, 6 ആണ്. എളുപ്പമാണ്. അടുത്തത് നമ്മുടെ അയൺ ആണ്, എഫിൻ്റെ അടുത്തോട്ട് ആരാ നോക്കിക്കേ, C2O4 ആണ്. ഓക്സലേറ്റ് എന്ത് ലിഗൻഡാ, ബൈഡൻഡേറ്റ് ലിഗൻഡാ. അതായത് ഒരു C2O4 തന്നെ 2 കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ 3 C2O4 ഉണ്ട്. അപ്പോൾ 3 ഇൻറ്റു ഡെൻസിറ്റി, നമ്പർ ഓഫ് ലിഗൻഡ് ഇൻറ്റു ഡെൻസിറ്റി ചെയ്താൽ മതി. ഇവിടെ 3 ലിഗൻഡുകൾ ഉണ്ട്. അപ്പോൾ 3 ഇൻറ്റു ഒരു ലിഗൻഡ് 2 ലോൺ പെയറിന് കൊടുക്കും. അതുകൊണ്ട് 3 ഇൻറ്റു 2 എന്ത് കിട്ടി, 6 കിട്ടി. അപ്പോൾ രണ്ടിലും എന്താണ്, കോർഡിനേറ്റ് നമ്പർ എന്താണ്, 6 ആണ്. അപ്പോൾ ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം, ഓപ്ഷൻ ബി ആണ് എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് വരിക. അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇത് ഓർഗാനിക്കൽ ക്വസ്റ്റ്യൻ ആണ്, നോമൻക്ലേച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ഒരു ഫോർമുല അവർ തന്നിട്ടുണ്ട്, അതിൻ്റെ നോമൻക്ലേച്ചർ, അതിൻ്റെ IUPAC നോമൻക്ലേച്ചർ നമ്മൾ കണ്ടുപിടിക്കണം. എളുപ്പമല്ലേ. നമുക്ക് അറിയുന്ന രീതിയിൽ ആദ്യം എന്ത് ചെയ്യണം, ഈ കോമ്പൗണ്ട് വരക്കാം. ഓക്കെ, ഇത് CH2 ഉണ്ട്. ആ CH2ൻ്റെ അടുത്തൊരു OH ഉണ്ട്. പിന്നെ അതേപോലെ അവിടെ 3 CH2 ഗ്രൂപ്പുകളുണ്ട്. 3 CH2 ഗ്രൂപ്പ് എഴുതി. പിന്നെ ഇവിടെ ആരുണ്ട്, ഒരു CH2 ഗ്രൂപ്പും കൂടി ഉണ്ട്. പിന്നെ CO, C ഡബിൾ ബോണ്ട് O, പിന്നെ CH3. ഇതാണ് ഈ കോമ്പൗണ്ടിൻ്റെ പേരാണ് ചോദ്യം. നമുക്കറിയാം, ഇത് ആൽക്കഹോൾ ആണ്, ഇത് കീറ്റോ ഗ്രൂപ്പാണ്. ആൽക്കഹോളിനേക്കാളും പ്രയോറിറ്റി കൂടുതലായിരിക്കും ആ കീറ്റോണ്. അതുകൊണ്ട് കീറ്റോണ് ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ ഏതെങ്കിലും എൻഡിൽ നിന്ന് എന്ത് ചെയ്യണം, നമ്പർ ചെയ്യണം. അപ്പോൾ എവിടെ നിന്ന് എണ്ണണം, ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടാണ് എണ്ണേണ്ടത്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് 1 2 3 4 5 6 7. അപ്പോൾ 7th കാർബൺ OH ഗ്രൂപ്പ് ഉണ്ട്. OH ഗ്രൂപ്പ് അവിടെ മെയിൻ അല്ല. OH ഗ്രൂപ്പ് മെയിൻ ആകുമ്പോൾ ഓൾ എന്നാണ് വിളിക്കുക. OH ഗ്രൂപ്പ് മെയിൻ അല്ലെങ്കിൽ പ്രിഫിക്സിലാണ് പേര് വരിക, ഹൈഡ്രോക്സി എന്നാണ് വരിക. അപ്പോൾ 7 ഹൈഡ്രോക്സി. അപ്പോൾ 7 ഹൈഡ്രോക്സി എന്ന് വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് മതി. ബാക്കി നിങ്ങൾ നോക്ക് പോലും വേണ്ട. 7 ഹൈഡ്രോക്സി, ടോട്ടൽ 7 കാർബൺ ആയതുകൊണ്ട് ഹെപ്റ്റൻ. പിന്നെ രണ്ടാമത്തെ കാർബണിൻ്റെ അടുത്ത് കീറ്റോൺ ആയതുകൊണ്ട് ഹെപ്റ്റൻ 2 ഓൺ. ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം, ഓപ്ഷൻ ബി ആണ് എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് വരിക. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് ഈ 3 ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? പഠിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, കൂളായിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളെ കീമിന് എന്ത് ചെയ്യുന്നുള്ളൂ, ചോദിക്കുന്നുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, എഫക്റ്റീവായിട്ട് പഠിക്കണം. എല്ലാ ടോപ്പിക്കും പഠിക്കാൻ നമുക്ക് സമയമുണ്ടോ? ഇല്ല. കാരണം എക്സാമിന് ശേഷം 13 ദിവസം നമ്മൾ ആൾറെഡി പറഞ്ഞു, 13 ഡേയ്സേ ഉള്ളൂ. അപ്പോൾ ഈ 13 ഡേയ്സിനെ കൊണ്ട് എഫക്റ്റീവായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പോൾ അതിനെന്താ വേണ്ടേ, ഒരു പ്ലാന് വേണം. നിങ്ങളെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ മൊഡ്യൂളുകളായിട്ട് തിരിച്ചിട്ട് അതിന് ബേസ്ഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഭാഗം കൂടുതൽ സ്ട്രെസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കും. അല്ലാണ്ട് എല്ലാ ഭാഗവും പഠിപ്പിക്കാനുള്ള സമയം നമുക്കില്ല, പഠിക്കാൻ നിങ്ങൾക്കും സമയമല്ല. അപ്പം കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഭാഗം, ഇതുവരെ ചോദിച്ചിട്ടുള്ള ഭാഗം, അത് ബേസ്ഡ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, നിങ്ങളെ കീമിൻ്റെ എൻഡ് ഗെയിമിന് എന്ത് ചെയ്യുക, ക്ലാസ് ഉണ്ടാവുക. അതിനുശേഷം ഈ ഓരോ ക്ലാസ്സിന് ശേഷം മൊഡ്യൂൾ എക്സാമുകൾ ഉണ്ടാവും. നിങ്ങൾ പഠിച്ചത് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എക്സാം കണ്ടക്ട് ചെയ്യും. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമാണ് എന്ത്, ആക്ച്വൽ പ്രീ കീം മോക്ക് എക്സാം. അതായത് കീമിന് ചോദിക്കുന്ന അതേ ടൈപ്പ് ചോദ്യങ്ങൾ, കീമിൻ്റെ എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ അതേ മോഡലിൽ നമ്മൾ എന്ത് ചെയ്യും, എക്സാം എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും. അപ്പം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന തിയറി, അതിൻ്റെ കൂടെ തന്നെ മൊഡ്യൂൾ എക്സാം, അതിനുശേഷം ആക്ച്വൽ പ്രീ കീം എക്സാമും കൂടി നിങ്ങൾ ചെയ്താൽ, അതിലുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചാൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ശരിക്കും അനാലിസിസ് നടത്തിയിട്ട് മിസ്റ്റേക്കൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് പോയാൽ തന്നെ ഒരു അത്യാവശ്യം ഡീസൻറ്റ് സ്കോർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കീമിലൂടെ നമുക്ക് ലഭിക്കും. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, നല്ലപോലെ മാക്സിമം എന്ത് ചെയ്യുക, എഫേർട്ട് കൊടുക്കുക. ഈ സിസ്റ്റമാറ്റിക് പ്ലാനിൻ്റെ കൂടെ നിങ്ങളും എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. നമുക്ക് ക്ലാസ്സിൽ വെച്ച് കാണാം. നല്ലപോലെ പഠിക്കുക. അതുവരെ